അവിടെ ഞാൻ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല അവിടെ വർക്ക് ചെയ്യാനും. അങ്ങനെ എനിക്ക് ഷിഫ്റ്റും കിട്ടാഞ്ഞപ്പോൾ ഞാനത് നിർത്തി പയ്യെ. എന്നിട്ട് ഞാൻ വേറെ പലയിടത്തും ജോബ് അന്വേഷിച്ചു. എവിടെയും ശരിയാവുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ ഓരോരുത്തർക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. കുറേ പേര് ലണ്ടൻ പോയി, കുറേ പേര് ലൂട്ടൺ, കോവൻട്രി, പിന്നെ അങ്ങനെ കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയി. അതിൽ അപ്പം ഞാനും വിചാരിച്ചു ഷിഫ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, പോവാമെന്ന് വിചാരിച്ചു, എങ്ങോട്ടേലും പോവാന്ന്. അതുകൊണ്ട് ഞാൻ പല സ്ഥലത്ത് ജോലി എൻ്റെ ഫ്രണ്ട്സ് മുഖേന അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന എനിക്ക് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ, ലിവർപൂളിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ മലയാളീസിൻ്റെ തന്നെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ലിവർപൂൾ എത്തുന്നത്. ലിവർപൂള് നോർത്താംപ്ടണിൽ നിന്ന് 2.5 മണിക്കൂർ ദൂരമുണ്ട്. പക്ഷെ എനിക്കിവിടെ കുറച്ച് പേരൊക്കെ അറിയാമായിരുന്നു. പിന്നെ എൻ്റെ ജോലി ആക്കി തന്ന ഫ്രണ്ടിനെയും ഒക്കെ കുറേ കാലമായിട്ട് അറിയുന്ന ആളായിരുന്നു. പിന്നെ ലിവർപൂൾ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ഇഷ്ടമായിരുന്നു. അങ്ങനെ ലിവർപൂൾ ജോലി റെഡി ആയപ്പോൾ ഞാൻ നോർത്താംപ്ടണിൽ അപ്പളക്കപ്പളെ എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം എന്താ പറയുക ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ പിറ്റേ ദിവസം ജോയിൻ ചെയ്യാം, അത്രയും നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യത്തെ ക്യാഷ് മൊത്തം കഴിഞ്ഞേക്കാം. നാട്ടിൽ നിന്ന് കൊടുക്കുന്ന ക്യാഷാണ് റെൻ്റ് അടച്ചിരുന്നതും ഞങ്ങൾ ചിലവിനെടുത്തിരുന്നതൊക്കെ, അതൊക്കെ തീർന്നിരുന്നു. അപ്പോൾ ഗതി ഉണ്ടായിരുന്നില്ല വേറെ ഒരു ഇതിനും. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഞാൻ പിറ്റേന്ന് തന്നെ കയറാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ അവിടെ നിന്ന് പോന്ന് ലിവർപൂൾ വന്നിറങ്ങി. പിറ്റേ ദിവസം തന്നെ ഞാൻ ആ ജോബിൽ കയറി. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ സ്കാൻ ചെയ്തിട്ട് ക്യാഷ് കൊടുക്കുക, വാങ്ങുക, ആ സംഭവമായിരുന്നു. ടിൽ എന്നാണ് അതിന് പറയുക. ആ സെക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടിൽ ഗേൾ എന്നാണ് പറയുക. അങ്ങനെ ടിൽ ഗേളായിട്ടാണ് ഞാനവിടെ എന്നെ 3 ദിവസം ട്രെയിൻ ചെയ്യിപ്പിച്ചു. അവർ ബാക്കി തന്നെ ക്യാഷ് എങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടതെന്നും പിന്നെ ഏതൊക്കെ സ്ഥാനങ്ങൾ എവിടെയൊക്കെ അതിലും അവർക്കൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ ഓരോരോ പച്ചക്കറികളൊക്കെ ഓരോരോ സെക്ഷനിലുണ്ടാവുക, അതൊക്കെ കാണിച്ചു തന്നു. അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്തിട്ടോ. അത് കുറച്ചും കൂടി ഈസി ആയിരുന്നു മറ്റിടത്തേനെക്കാട്ടിലും. പിന്നെ നമുക്ക് അറിയുന്ന സാധനങ്ങളാണല്ലോ പച്ചക്കറികളൊക്കെ, അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ ജോലി തുടങ്ങി. അത് ചെയ്യുന്ന സമയത്തുള്ളൊരു ക്ലിപ്പിങ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. You need carry bag. Altogether. Yeah, sure. 20.94 please. Paying by card? Yeah. Yes, please. Thank you. Bye. Eid Mubarak. $7.48 please. Change. You want? No, I ordered already. Thank you. Bye bye. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ട് റിലാക്സ് ചെയ്തിട്ടും ചെയ്തൊരു ജോബായിരുന്നു ആ ജോബ്. പിന്നെ ആ ജോബ് ചെയ്തപ്പോഴാണ് ഞാൻ കുറച്ച് ഫേമസ് ആയത്. ഫേമസ് മീൻസ് കുറേ മലയാളീസ് വരുന്ന കടയാണല്ലോ. അങ്ങനെ കുറേ മലയാളീസിനെ പരിചയപ്പെട്ടു. പിന്നെ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഫ്രഷ് മാർട്ടിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയല്ലേ, കണ്ടിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ
അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അവിടുത്തെ അവിടെ നല്ല രീതിയിൽ അവിടെ നിന്നാണ് എൻ്റെ ഫസ്റ്റ് നോമ്പ് തുടങ്ങുന്നത്, എൻ്റെ റമദാൻ തുടങ്ങുന്നത്. അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത എൻ്റെ ലൈഫിലെ അനുഭവങ്ങളാണ് കേട്ടോ. എന്താ പറയുക, ഞാൻ ഒറ്റക്കല്ലേ താമസം, കാരണം കുക്ക് ചെയ്യലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ നോമ്പ് തുറക്കുന്നതൊക്കെ അവിടുത്തെ എന്താ പറയുക സ്റ്റാഫ്സിൻ്റെ കൂടെയാണ് നോമ്പ് തുറക്കുക. അതൊക്കെ ഭയങ്കര വല്ലാത്തൊരു മറക്കാനാവാത്ത അനുഭവങ്ങളാണ് അതൊക്കെ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ 8 മണിയായി ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സൈഡിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കും. ഇങ്ങനെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് ജ്യൂസും ഇതും, പിന്നെ ഒരു സ്റ്റാഫ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടും, അറബിക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടും. അവന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സ് അവിടെ നിന്ന് എടുത്ത് ഫ്രൂട്ട്സും എല്ലാം കട്ട് ചെയ്ത് ജ്യൂസൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ചെറിയൊരു സെറ്റപ്പിൽ എല്ലാവരും ഇരുന്ന് അത് കഴിക്കും. എന്നിട്ട് എന്താ പറയുക, ഞാൻ അപ്പോഴേക്കും അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടാവും, കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യും, ഇപ്പുറം വന്ന് ഞാൻ ഫുഡ് കഴിക്കും. അങ്ങനെയായിരുന്നു ആ സമയത്തൊക്കെ വർക്ക് ചെയ്തിരുന്നത്. بركات ستارت ستارت അങ്ങനെ ഒരു ജോബ് ചെയ്ത് എനിക്ക് ഒരു ഏജൻസി ത്രൂ കെയർ ഹോം ജോബ്സ് ചെയ്യാനുള്ള, അന്ന് കെയർ ഹോമിലും എന്താ പറയുക വേക്കൻസി ഉണ്ടായിരുന്നില്ല, എല്ലാം നിറഞ്ഞിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ എനിക്ക് കെയർ ഹോം ജോബ് കിട്ടി. അപ്പം ഞാൻ അവിടുന്ന് ഇറങ്ങി, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. ഇവിടെ പിന്നെ കെയർ ഹോം ജോബ്സ് ചെയ്യാൻ തുടങ്ങി. കെയർ ഹോം ജോബ്സ് എന്താ പറയുക, അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ല എന്താ പറയുക, ഒരുപാട് സ്ട്രെസ്സും വർക്ക് പ്രഷർ അങ്ങനെയൊന്നും വരില്ല. നമ്മൾ കായികമായിട്ട് കുറച്ച് ഒരു കായികക്ഷമതയും കുറച്ച് കൈൻഡ്നെസ്സും ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ കെയർ ഹോം ചെയ്താൽ നല്ല മണി ഏൺ ചെയ്യാം. പിന്നെ നമ്മൾ പേഴ്സണലി നമുക്ക് നല്ല എന്താ പറയുക ക്ഷമ, കൈൻഡ്നെസ്, അങ്ങനത്തെ ഒക്കെ ഒരു ഫീലിങ്സൊക്കെ ഉള്ളൊരു നല്ലൊരു പേഴ്സണാലിറ്റി ആവും കെയർ ഹോം ജോബ് ചെയ്താൽ. അങ്ങനെ ഒരു പ്രിഷ്യസ് ആയിട്ടുള്ള ജോബാണ് ശരിക്കും പറഞ്ഞാൽ കെയർ ഹോം ജോബ് എന്ന് പറഞ്ഞാൽ. സംഭവം നമ്മൾ അവരുടെ എല്ലാം ചെയ്യണം, അവരുടെ ഷിറ്റ് ക്ലീൻ ചെയ്യണം, എല്ലാം ശരിയാണ്. പക്ഷെ ഒരാളെ കെയർ ചെയ്യുമ്പോൾ, ഒരാളെ എന്താ പറയുക സംരക്ഷിക്കുന്നതിലുള്ളൊരു ഇത് വല്ലാത്തൊരു ഇതാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ കറൻ്റ്ലി ആ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കെയർ ഹോം ജോബ് ചെയ്യുന്ന സമയത്ത് ഏജൻസി ത്രൂ വർക്ക് ചെയ്യുമ്പോൾ അവർ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ഇടും, ഡൊമസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റിലും ചിലപ്പോൾ ഇടും, കിച്ചണിലൊക്കെ. അങ്ങനെ ഞാൻ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് കെയർ ഹോമിൽ. അപ്പോൾ അതിൻ്റെ ക്ലിപ്പിങ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കിച്ചൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പാത്രം കഴുകലാണ്. പാത്രം കഴുകുക, പിന്നെ അവിടെ ഷെഫ് ഉണ്ടാവും, അവിടെ എന്താ പറയുക നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഷെഫ് ഉണ്ടാവും മറ്റേ കെയർ ഹോമിൻ്റെ കിച്ചണിൽ. അപ്പോൾ അവർ ഫുഡ് കൊടുക്കുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുക, പൊട്ടാറ്റോ ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കുക, പിന്നെ അതുപോലെ ഡിഷസൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ച്, ഡിഷസ് ക്ലീൻ ചെയ്യാനുള്ള എക്യുപ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നല്ല പണിയായിരുന്നു. കിച്ചണിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ കിച്ചൺ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ്
ഇത്രയും ജോബാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ കാണുന്നവരെ ടാറ്റാ ബൈ.